മക്കളെ, അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും ഈ ഒരു സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഓണം എക്സാമിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അല്ലെ. ഓണം എക്സാമിന് നന്നായിട്ട് പഠിക്കണം, ഓണം എക്സാം നമ്മുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അല്ലെ, ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓണം എക്സാം എന്ന് മാത്രമാണ് നമ്മൾ ഈ കേൾക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, മിസ് ഓണം എക്സാം അല്ലേ എന്തിനാണ് ഇത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ ഓണം എക്സാമിന് കൊടുക്കുന്നത്? നമ്മുടെ ഫൈനൽ എക്സാം അല്ലേ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലേക്കാണെങ്കിലും അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലേക്കാണെങ്കിലും 7ാം ക്ലാസ്സിലേക്കാണെങ്കിലും നിങ്ങളുടെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാനുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് ആ എലിജിബിലിറ്റി നമ്മുടെ ഫൈനൽ എക്സാമിനല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഈ ഓണം എക്സാമിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? വലിയ കാര്യമൊന്നും ആക്കാതെ ഇരുന്നാൽ പോരെ എന്ന് വിചാരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഓണം എക്സാമിനെ ഇത്രയും സീരിയസ് ആയിട്ട് കാണേണ്ടത് എന്നതാണ് എൻ്റെ കുട്ടികൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഫൈനൽ എക്സാം തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്, അതിൽ ആരും ഒന്നും പറയുന്നില്ല അല്ലെ. അപ്പൊ ഈ ഫൈനൽ എക്സാം എന്ന് പറയുമ്പോൾ ഫൈനൽ എക്സാമിന് നമുക്ക് നിങ്ങൾക്ക് ആ വർഷം പഠിച്ചിട്ടുള്ള എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ. അപ്പൊ ഫൈനൽ എക്സാമിന് നമ്മൾ ഫുൾ സിലബസ് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിന്റെ ഇടയിൽ ഈ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്സാം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ പഠിക്കാതെയാണ്, നമുക്ക് ആ ഒരു സീരിയസ്നെസ് ഇല്ലാതെയാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോവുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഫൈനൽ ആയിട്ടുള്ള ഈ ഒരു എക്സാം വരുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോകും. ഇത്രയും ആ വർഷം പഠിച്ചിട്ടുള്ള എല്ലാ സബ്ജക്റ്റിലും എല്ലാ ചാപ്റ്റേഴ്സും കൂടെ ഒരുമിച്ച് പഠിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് സ്ട്രെസ്ഫുൾ ആയിരിക്കും, ഒന്നും നടക്കാത്ത ഒരു അവസ്ഥയായിരിക്കും. ആൻഡ് എക്സാമിന്റെ തലേ ദിവസങ്ങളിലായിട്ട് നിങ്ങൾ മാരത്തോണൊക്കെ കണ്ട് പഠിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ മറന്നു പോകും. ഓക്കെ, അപ്പോൾ ഈ ഓണം എക്സാമിനെയും ക്രിസ്മസ് എക്സാമിനെയും എന്തുകൊണ്ട് നമ്മൾ സീരിയസ്നെസ്സോട് കാണണം? നിങ്ങൾക്കറിയാം, ഓണം എക്സാമിന് നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓണം എക്സാമിന്റെ സമയത്ത് നിങ്ങൾ അതിനെ സീരിയസ് ആയിട്ട് കണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങളുടെ അവിടെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് അതൊന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതിന് ഫുള്ളായിട്ട് എഫേർട്ട് ഇട്ട് കംപ്ലീറ്റ് ആ ചാപ്റ്റർ പഠിക്കേണ്ട സമയം നിങ്ങൾക്ക് അവിടെ നിന്ന് ലാഭിക്കാൻ വേണ്ടി പറ്റും. ഓണം എക്സാം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ചാപ്റ്റേഴ്സ്, ആ ഫൈനൽ എക്സാമിനുള്ള അത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ ലോഡ് കുറയാണ് ചെയ്യുന്നത്, നമ്മുടെ സ്ട്രെസ് അവിടെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള ഏകദേശം ഒരു 75-80% നിങ്ങളുടെ ആ ഒരു ഇയർ പഠിക്കുന്ന കംപ്ലീറ്റ് സിലബസ് നിങ്ങളുടെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഈ ഒരു ഓണം എക്സാമിനും അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാമിനും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെസ് ഇല്ലാതെ നിങ്ങൾക്ക് ഫൈനൽ എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ഫൈനൽ എക്സാമിന് വളരെ കുറച്ച് മാത്രമേ പഠിക്കേണ്ടുള്ളൂ. ബാക്കി നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചു, ഓൾറെഡി 80% ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചതുകൊണ്ട് അത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, എക്സാം എന്ന് പറയുന്ന ഒരു സാധനത്തോട് നമുക്ക് വലിയ പേടി തോന്നാത്ത ഒരവസ്ഥ വരും. ഇതെല്ലാം നമ്മളിങ്ങനെ കൂട്ടി വെച്ച് അവസാന നിമിഷത്തിലേക്ക്, നമുക്കറിയാം നമ്മളുടെ ഒരു ബ്രെയിനിന്റെ പ്രശ്നമാണത്. നിങ്ങൾക്ക് കുറേ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഈ ഇടയിലുള്ള എക്സാംസിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫൈനൽ എക്സാമിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ക്ലിയർ കട്ട് ആൻസർ എന്ന് പറയുന്നത്. ഇനി അല്ല ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും നിങ്ങൾ വേണ്ട വെച്ച് കഴിഞ്ഞാൽ ആ ഫൈനൽ എക്സാമിനും അത് നിങ്ങളെ നല്ലപോലെ ബാധിക്കും. സോ സ്വാഭാവികമായിട്ടും ഈ എക്സാംസ് നിങ്ങൾ സീരിയസ് ആയിട്ട് കണ്ടേ പറ്റുള്ളൂ, നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. അപ്പം ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ വിചാരിച്ച് പഠിക്കാണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത മക്കളുണ്ടായിരിക്കും. സോ നിങ്ങളോട് മിസ്സിന് ഒരേ ഒരു കാര്യമാണ് പറയേണ്ടത്, ജസ്റ്റ് സ്റ്റാർട്ട്. ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങാം. ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മിസ്സേ, എനിക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ഒരുമിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, നോട്ട്സ് എഴുതാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് കിട്ടേണ്ടത് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ എക്സാമിൻ്റെ ബാച്ചുകളുണ്ട്. ആൻഡ് ഇപ്പോൾ ഓണം എക്സാം സ്പെഷ്യലായിട്ട് എല്ലാ ബാച്ചുകൾക്കും നമുക്ക് ഫീ റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോ ബാച്ചുകളിലേക്കും ഉള്ള ഫീസിന് റിഡക്ഷൻ ഉള്ള ഫീസ് നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിലൊക്കെ ആയിട്ട് വീഡിയോസ് വന്നിട്ടുണ്ട്. സോ എൻ്റെ കുട്ടികൾക്ക് ഈ ഒരു ഫീ റിഡക്ഷനോട് കൂടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുന്നുണ്ട്, ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, അതിൻ്റെ നോട്ട്സ്, വർക്ക്ഷീറ്റുകൾ, എക്സാമുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അത് കറക്റ്റായിട്ട് ഒന്ന് പഠിച്ചു പോയാൽ മാത്രം മതി. സോ ഈ ഒരു അവസരം, ഈ ഒരു സ്പെഷ്യൽ ഓഫറോട് കൂടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ വേഗം തന്നെ ഉപയോഗപ്പെടുത്തുക എന്നാണ് മിസ്സിന് പറയാനുള്ളത്. ആൻഡ് വേഗം തന്നെ നിങ്ങളുടെ അഡ്മിഷൻസ് എന്ത് ചെയ്യുക, ബാച്ചുകളിലേക്ക് ഉറപ്പിക്കുക. ഓണം എക്സാം അടിപൊളിയായിട്ട് വളരെ സീരിയസ്നെസ്സോട് കൂടെ കണ്ട് മുമ്പോട്ട് പോവുക, നന്നായിട്ട് പഠിക്കുക. ഈ ഓണം എക്സാം വിന്നറിന്റെ കൂടെ നമ്മൾ തകർക്കും. ഓക്കെ, താങ്ക് യു.